ഗസ വെടിനിർത്തൽ ചർച്ചകൾ അവസാനിച്ചിട്ടില്ലെന്നും ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നുവെന്നും ഖത്തറും ഈജിപ്തും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. കൂടുതൽ കൂടിയാലോചനകൾക്കായി ചർച്ചകൾ നിർത്തിവെക്കുന്നത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും വർദ്ധിച്ചുവരുന്ന മാനുഷിക ദുരിതങ്ങൾ അവസാനിപ്പിച്ച് സാധാരണക്കാരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും വെടിനിർത്തൽ ചർച്ചകളുമായി മുന്നോട്ടു പോകുമെന്ന് ഖത്തറും ഈജിപ്തും വ്യക്തമാക്കി. ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനു മുമ്പ് കൂടുതൽ കൂടിയാലോചനകൾക്കായി താൽക്കാലികമായി ചർച്ചകൾ നിർത്തിവെക്കുന്നത് സ്വാഭാവിക നടപടി മാത്രമാണ്. അതേസമയം 3 ആഴ്ച നീണ്ടുനിന്ന സങ്കീർണമായ ചർച്ചകളിൽ ചില പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ചർച്ചകളുടെ ഗതിയെ സ്വാധീനിക്കാനും സമാധാന ശ്രമങ്ങൾ മന്ദഗതിയിലാക്കാനും ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ കാരണമാകുന്നതായും ഇരു രാജ്യങ്ങളും പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. ഇത്തരം വാർത്തകൾ യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്നും ചർച്ചകളുടെ പുരോഗതിയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തവർ നൽകുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്തരം വാർത്തകളെന്നും ഖത്തറും ഈജിപ്തും കുറ്റപ്പെടുത്തി. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ തുരങ്കം വെക്കുന്നതിനു പകരം മാധ്യമ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വവും ധാർമ്മികതയും പാലിക്കാനും ഗസയിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ തുറന്നുകാട്ടാനും അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് ഇരു രാജ്യങ്ങളും ആഹ്വാനം ചെയ്തു. അമേരിക്കയുമായി ചേർന്ന് ഗസ മുനമ്പിൽ സമഗ്രമായ വെടിനിർത്തൽ കരാറിലെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും ആവർത്തിച്ചു. ഇതിനിടെ കടുത്ത പട്ടിണി കാരണം കുട്ടികൾ കൂട്ടത്തോടെ മരിച്ചു വീഴുകയാണെന്നും ഗസയിലെ കൊടുംപട്ടിണിയും കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും പോഷകാഹാര കുറവ് മൂലമുള്ള മരണങ്ങൾ മനുഷ്യനിർമ്മിതവും ആസൂത്രിതവുമാണെന്നും UN ഏജൻസി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ മാത്രം 21 കുട്ടികളടക്കം 42 പേരാണ് ഇക്കാരണങ്ങളാൽ ഗസയിൽ മരിച്ചത്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതുവരെ 132 പേരാണ് പോഷകാഹാരക്കുറവിനെ തുടർന്ന് മരിച്ചത്. ഇതിൽ 83 പേരും കുട്ടികളാണ്. ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ ചുരുങ്ങിയത് 1 ലക്ഷം കുഞ്ഞുങ്ങളെങ്കിലും മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്നും ഡോക്ടർമാരെ ഉദ്ധരിച്ചുകൊണ്ട് UN ഏജൻസി ചൂണ്ടിക്കാട്ടി. അൻവർ പാലേരി, 24